നമസ്കാരം, ഞാൻ ഡോക്ടർ സിമി ഹാരിസ്, തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ പറയുന്നത് പ്രഗ്നൻസിയിൽ അറിഞ്ഞിരിക്കേണ്ട വാക്സിനേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, വാക്സിനേഷൻ നമ്മൾ വളരെ ചെറുതിലേ തന്നെ തുടങ്ങുന്നതാണ്. ഈ വാക്സിനേഷൻ പ്രഗ്നൻസിയിൽ എന്താണ് ഇതിൻ്റെ റോൾ? എപ്പോഴും വാക്സിനേഷൻ നമുക്കൊരു അസുഖം വരുന്നതിന് മുന്നോടിയായിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യുകയാണ്. ആ അസുഖം വന്നാലുണ്ടാകുന്ന ദോഷഫലങ്ങളെ മനസ്സിലാക്കി അത് അതിന് ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരി അതിൻ്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ അത് വരാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് നമ്മളെ മനസ്സിലാക്കുന്നതാണ് ഈ വാക്സിനേഷൻ. പല അസുഖങ്ങളും നമുക്കറിയാം, പ്രഗ്നൻസിയിൽ നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ചില മരുന്നുകൾ, പല ഇൻഫെക്ഷൻസിൻ്റെയും മരുന്നുകൾ പ്രഗ്നൻസിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ദോഷമാണ്. അതുപോലെ തന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷ നേടാനുള്ള അവസരങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ പോലെ അല്ല പ്രഗ്നൻസിയിൽ കുറച്ചും കൂടി കഠിനമായിട്ടാണ് പല അസുഖങ്ങളും വരുന്നത്. അതുപോലെ തന്നെ അത് ചികിത്സിക്കാനും പ്രയാസമാണ്. അതുകൊണ്ട് ആ ഒരു അസുഖം വരാതിരിക്കാനാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കേണ്ടത്. ചില വാക്സിനേഷൻ നമ്മൾ പ്രഗ്നൻസി ആകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എടുക്കേണ്ടതാണ്. അതിൽ പ്രധാനമാണ് MMR വാക്സിൻ, മംസ്, മീസിൽസ്, റുബല്ല. ഈ മംസോ റുബല്ലയോ അല്ലെങ്കിൽ മീസിൽസോ നമ്മൾ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ അത് സാരമായി ബാധിക്കും. അത് ഏതൊരു ട്രൈമസ്റ്റർ, അതായത് തുടക്കത്തിലാണെങ്കിലും മധ്യമത്തിൽ പ്രഗ്നൻസിയുടെ മധ്യഭാഗത്താണ്, അല്ലെങ്കിൽ അത് ലാസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ പോലും ഏതൊരു അവസരത്തിലും പ്രഗ്നൻസിയെ ബാധിക്കുന്നതാണ് ഈ അസുഖങ്ങൾ, വൈറൽ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ചിക്കൻ പോക്സ് ഇതുപോലെ. അപ്പോൾ ഈ ഒരു അസുഖങ്ങളെല്ലാം നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും അത് വരാം. പക്ഷെ പ്രഗ്നൻസിയിലാണ് ഇത് വരുന്നതെങ്കിൽ ഇതിൻ്റെ ചികിത്സ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും അതിൻ്റെ അംഗവൈകല്യങ്ങൾ ജനിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ആകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എടുത്തിരിക്കേണ്ട വാക്സിനാണ് MMR വാക്സിൻ. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് വാക്സിൻ. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ്, അങ്ങനെയുള്ള പല ന്യൂറോളജിക്കൽ പ്രോബ്ലംസും അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ വരെയും സംഭവിക്കാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പെങ്കിലും നമ്മൾ MMR വാക്സിൻ എടുക്കേണ്ടതാണ്. അത് ഒരു 3 months മുന്നേ ആണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ ചിക്കൻ പോക്സ് വാക്സിൻ. ഇതെല്ലാം പ്രഗ്നൻസിക്ക് തൊട്ട് മുന്നേ എടുത്തിരിക്കേണ്ടതാണ്. പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. നമുക്കിപ്പം അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് TT ആണ്, ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻസ്. എല്ലാവരും പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ വിചാരിക്കും, എന്താ TT എപ്പോഴാണ് എടുക്കുന്നത്? നമുക്ക് ശരിക്കും TT എന്ന് പറഞ്ഞാൽ 2 ഡോസാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രഗ്നൻസി ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം പ്രഗ്നൻസി ആകുന്ന ആ സമയത്ത് തന്നെ എപ്പോഴാണോ അറിയുന്നത് അപ്പോൾ TT കൊടുക്കണം എന്നാണ്. 2ാമത്തെ ഡോസ് 4 ആഴ്ചയ്ക്ക് ശേഷം, അതായത് 1 മാസത്തിന് ശേഷം. പക്ഷേ പ്രഗ്നൻസി TT തന്നെ നമുക്ക് പലതരത്തിലുള്ള TT വാക്സിൻസ് ഉണ്ട്, നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സാധാരണ TT, അതായത് വെറും ടെറ്റനസ് മാത്രം പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരിതുണ്ട്. അപ്പോൾ ആ ഒരു TT എന്ന് മാത്രമാണ് അതിനെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനെല്ലാം മാറി TD അല്ലെങ്കിൽ TDAP, അതായത് അതിനകത്ത് ഡിഫ്തീരിയയും പെർട്ടസിസ് എന്നുള്ള അസുഖത്തിനെയും കൂടെ ചേർത്ത് അത് രണ്ടിനെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്, വെറും TT മാത്രമല്ല. പക്ഷേ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നമ്മൾ TT മാത്രമേ കൊടുക്കാറുള്ളൂ, ആദ്യത്തെ മൂന്ന്. അത് കഴിഞ്ഞ് ഒരു 7-8 മാസം ആകാറാവുമ്പോഴാണ് നമ്മൾ TDAP അല്ലെങ്കിൽ ബൂസ്ട്രിക്സ് എന്നുള്ള വാക്സിൻസ് കൊടുക്കുന്നത്. അത് കുറച്ച് ഈ പറഞ്ഞ കണക്ക് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഗുണം വളരെയധികമാണ്. കാരണം കുഞ്ഞുങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. അമ്മയ്ക്ക് പ്രിവെൻഷൻ എന്നുള്ളതിനുപരി കുട്ടികൾക്ക് വേണ്ടി, അതായത് നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വരാതിരിക്കാനാണ് അമ്മയെ വാക്സിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ആദ്യത്തെ 3 മാസത്തിനകത്ത് 2 ഡോസും എടുക്കണ്ടേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഡോസ് നമ്മൾ എടുക്കുന്നത് കുറച്ചൊന്ന് വൈകിക്കുന്നത് എപ്പോഴും നല്ലതാണ്. 2ാമത്തെ ഡോസ് പ്രത്യേകിച്ച് ഒരു 7-8 മാസത്തിലാവുകയാണെങ്കിൽ TTയുടെ അല്ലെങ്കിൽ TDAP എന്നുള്ള വാക്സിൻ നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമുക്കൊരു 7-8 മാസത്തിലോട്ട് നമ്മൾ വൈകിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ ശരീരത്തിൽ കൂടുതൽ ആൻറ്റിബോഡീസ് ഉണ്ടാവുകയും അത് കുഞ്ഞിന് ആൻറ്റിബോഡീസ് പോവുകയും കുഞ്ഞിന് ഈ അസുഖം വരാനുള്ള സാധ്യത വളരെയധികം കുറയുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനം എടുക്കുമ്പോൾ, അതായത് 7 മാസത്തോടൊക്കെ അനുബന്ധിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് കൂടുതലായിരിക്കും. അതായത് അമ്മയുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് കൂടുതലായിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രിവെൻഷൻ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. അതുകൊണ്ട് 3 മാസത്തിലാണോ 7 മാസത്തിലാണോ 2ാമത്തെ ഡോസ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 26-27 ആഴ്ച, അതായത് 7ാം മാസത്തിനോടനുബന്ധിച്ച് എടുക്കുന്നതാണ് എപ്പോഴും ഉത്തമം. അടുത്തതായിട്ട് വരുന്ന ഒരു വാക്സിനാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ പ്രത്യേകിച്ച് ഹൈ റിസ്ക് ഉള്ളവർ, അതായത് പ്രഗ്നൻസി നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ്, അവരുമായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നു, അവരുമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഫുഡ് കഴിക്കുമ്പോൾ പകരുന്നില്ല എങ്കിൽ പോലും കൂടുതലുള്ള സഹവാസം,
അങ്ങനെയുള്ളവർക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ തീർച്ചയായിട്ടും എടുക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊണ്ട് കുഞ്ഞിന് ഉടനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ ഭാവിയിൽ അമ്മയുടെ ഭാഗത്തു നിന്ന് ഹെപ്പറ്റൈറ്റിസ് ബി കുഞ്ഞിന് ബാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ കുഞ്ഞിന് ഹെപ്പാറ്റിക് ക്യാൻസറും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെയധികം നമ്മൾ ഈ ഇടയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ് ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ എടുക്കണോ വേണ്ടത്. പല രാജ്യങ്ങളിലും അത് വളരെയധികം നിർബന്ധമാണ്, പക്ഷെ നമ്മുടെ രാജ്യത്ത് നിർബന്ധമാക്കിയിട്ടില്ല. ഒരുപക്ഷെ TT-യെക്കാളും എല്ലാം ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലുവൻസ വാക്സിനാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ കോവിഡ് വന്നപ്പോഴെല്ലാം നമ്മൾ അനുഭവിച്ചതാണ് ന്യൂമോണിയ. പ്രഗ്നൻസിയിൽ ന്യൂമോണിയ വരികയാണെങ്കിൽ അത് അമ്മയെ സാരമായി ബാധിക്കും, അതുപോലൊപ്പം തന്നെ കുഞ്ഞിന്. കാരണം ഓക്സിജൻ തരുന്നത് ലങ്സാണ്, ലങ്സിനെയാണ് ഈ ഇൻഫ്ലുവൻസ ബാധിക്കുന്നത്. അതുകൊണ്ട് ഏത് സമയത്തായിക്കോട്ടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം H ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. ഫ്ലൂ വൈറസ് വാക്സിൻ. അപ്പോൾ ഈ ഒരു വാക്സിൻ എടുക്കുന്നതോടൊപ്പം നമ്മുടെ അമ്മയുടെ അപകടനില നമുക്കറിയാം. പ്രഗ്നൻസിയിൽ പല നമ്മൾ ഈ ശ്വാസം മുട്ടൽ ന്യൂമോണിയൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വെന്റിലേറ്റർ ആകുന്ന സ്ഥിതി വരെ കാണാറുണ്ട്. ഈ ഒരു മാരകമായ ഒരു സംഭവം നമുക്ക് ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്നത് വഴി പ്രിവെൻറ്റ് ചെയ്യാം. അതുപോലെ ആ സമയത്തുണ്ടാകുന്ന ഒരു അങ്കലാപ്പുണ്ട്. നമുക്കൊരു അസുഖം ബാധിക്കുമ്പോൾ നമുക്ക് ചികിത്സ തേടാൻ പറ്റുന്നില്ല. നമ്മൾ കുഞ്ഞിനെ പ്രത്യേകിച്ച് മീസിൽസും മംസും ഒക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയുള്ള പലതരം സംഘർഷങ്ങൾ ആ സമയത്ത് ഉണ്ടാകാറുണ്ട്, മാനസിക സംഘർഷം. ഇതിനകത്ത് നിന്നെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ കാണുക, നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം അറിയുക, നമ്മൾ വാക്സിനേഷൻ എടുക്കാനുള്ളത് വാക്സിനേഷൻ ചെയ്യുക, പ്രഗ്നൻസിയിൽ എടുക്കേണ്ടതാണെങ്കിലും ഒട്ടും താമസിക്കാതെ തന്നെ വാക്സിനേഷൻ എടുക്കുക. അതോടൊപ്പം നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി, ഒരു ഹെൽത്തി കുഞ്ഞ്, ഇത് രണ്ടും നമുക്ക് സാധ്യമാകുന്നു.